ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ്. അഡ്വക്കേറ്റ് കെ ജയന്ത് UDF സ്ഥാനാർത്ഥി പ്രചരണത്തിലാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വികസന പരിപ്രേക്ഷ്യം എന്താണ് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിക്കാം. എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത് നോർത്ത് മണ്ഡലത്തിൽ പ്രധാനമായിട്ട് പ്രചരണത്തിൽ? കഴിഞ്ഞ 20 വർഷമായി ഈ നോർത്ത് മണ്ഡലത്തിനകത്ത് ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ് MLA ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ 15 വർഷം ഈ സംസ്ഥാനം ഭരിച്ചതും അവരാ. ഈ നഗരത്തിനകത്ത് നമ്മളൊക്കെ ജനിച്ചു വളർന്ന നഗര എന്ത് മാറ്റമാണ് അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്? ഈ നഗരത്ത് വികസന രംഗത്ത് മുരടിപ്പാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ദുസ്സഹമാണ്. നമ്മൾ വെക്കുന്നത് ഒരു പോസിറ്റീവായ പൊളിറ്റിക്സാണ്. ഈ നഗരത്തിന് വലിയ മാറ്റം വേണം. കേരളത്തിലെ ഏറ്റവും പുരാതനമായ, ഏറ്റവും വികസന സാധ്യതയുള്ള നഗരമാണ് കോഴിക്കോട്. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ നഗരത്തിന് എന്തെങ്കിലും ഒരു മുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 2001 കാലഘട്ടത്തിൽ UDFൻ്റെ MLA മാരായ ഡോക്ടർ MK മുനീറും സുജനപാലും ചേർന്ന് നടത്തിയ വികസനങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു നഗരത്തിൻ്റെ മുഖം മാനാഞ്ചിറ സ്ക്വയർ അത് സൃഷ്ടിച്ചതാരാ? അന്ന് കോർപ്പറേഷൻ കഴിഞ്ഞ 45 വർഷമായി കോർപ്പറേഷൻ ഭരിച്ചത് CPM ആണ്, ഇടതുമുന്നണിയാണ്. ഒരു ഹ്രസ്വ കാലയളവിൽ അന്ന് ഉദ്യോഗസ്ഥ ഭരണമായിരുന്നു. അന്ന് കേരളത്തിൽ UDF ഭരണമായിരുന്നു. അന്നാണ് ഈ മാനാഞ്ചിറ മൈതാനം ഇന്ന് ഈ നഗരത്തിന് മുന്നിലേക്ക് കടന്നു വരുന്ന മനുഷ്യരുടെ മുമ്പിൽ ഈ നഗരത്തിനൊരു മുഖമെങ്കിലും ഉണ്ടാവുന്നത് മാനാഞ്ചിറയാണ്. അതുപോലും സൃഷ്ടിച്ചത് നമ്മളാണ്. ഇപ്പം ഞാൻ ഈ കോഴിക്കോട് കടപ്പുറത്താണ് വരുന്നത്. 10,000 മനുഷ്യർ പല മേഖലകളിൽ നിന്നും വരുന്ന സ്ഥലമാണ്. ഒരു മൂത്രപ്പുര ഒരു മിനിമം കാര്യമല്ലേ? ഒരു നഗരത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്ന മനുഷ്യർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പോലുള്ളൊരു മൂത്രപ്പുര പോലും ഇല്ലാത്ത അപൂർവങ്ങളിൽ അപൂർവം നഗരങ്ങളിലൊന്നാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളെ മുമ്പിൽ വെക്കുന്നത്. ജനം ഞങ്ങളുടെ കൂടെയാണെന്ന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്, പ്രത്യേകിച്ച് നഗര സ്വഭാവമുള്ള മണ്ഡലം കൂടിയാണ്. എന്താണ് പ്രതീക്ഷ? പ്രത്യേകിച്ച് BJPക്ക് 7 വാർഡുകൾ ഉൾപ്പെടെ കോർപ്പറേഷനിൽ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. ത്രികോണ മത്സരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മത്സരം ഇടതുമുന്നണിയും UDFും തമ്മിലാണ്. BJP കഴിഞ്ഞ കുറേ കാലമായിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വാർഡ് വർദ്ധിച്ചെങ്കിലും കോർപ്പറേഷനിൽ ആകെ 7,000 പുതിയ വോട്ടർമാരുണ്ടായിട്ടും വെറും 642 വോട്ടാണ് BJPക്ക് വർദ്ധിച്ചിട്ടുള്ളത്. UDFന് വർദ്ധിച്ചിട്ടുള്ളത് 17,800, ഏതാണ്ട് 18,000 വോട്ടാണ്. ഇടതുമുന്നണിക്ക് നഷ്ടപ്പെട്ട 18,800 വോട്ടിൽ 18,000 ലഭിച്ചത് UDFനാണ്. അപ്പോൾ മാത്രമല്ല, UDFന് ഇന്ന് 11 കൗൺസിലേഴ്സ് ഉണ്ട് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിനകത്ത്. 4-5 സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വളരെ ചെറിയ വോട്ടിനാണ്, 16 വോട്ട്, അങ്ങനെ ചെറിയ വോട്ടിനാണ്. അപ്പോൾ ഈ എങ്ങനെ നോക്കിയാലും ഈ കോഴിക്കോട് നോർത്ത് മണ്ഡലം നമുക്ക് നല്ല രീതിയിൽ ജയിക്കാൻ കഴിയും. മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് 14,000-ലധികം വോട്ട് ഭൂരിപക്ഷം ലഭിച്ച സ്ഥലമാണ്. 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള അതൃപ്തിയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലുള്ള ഏക ഓപ്ഷൻ UDFാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ളൊരു വലിയ വോട്ടിംഗ് ഉണ്ടാകും. പിന്നെ ഞാനൊക്കെ ഇവിടെ പഠിച്ചു വളർന്നാണ്, ഈ നഗരത്തിൻ്റെ ഭാഗമായി ജനിച്ച് വളർന്ന് ഈ നഗരത്തിലൂടെ ജീവിച്ചു പോയത്. ആ ബന്ധങ്ങളും നമുക്ക് തുണയായിട്ടുണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും തന്നെയാണ് വിശ്വാസം. വലിയ തരത്തിൽ അനുകൂലമായ തരംഗം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളോട് ജയന്ത് പറയുന്നത്. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.